السلام عليكم ورحمة الله. إن الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اتقوا الله حيثما كنتم. ബഹുമാന്യരായ പണ്ഡിതന്മാരെ, കാരണവന്മാരെ, ജ്യേഷ്ഠ അനിയ സുഹൃത്തുക്കളെ, മാതൃതുല്യരായ പിതൃതുല്യരായ ഉപ്പ ഉമ്മമാരെ, സർവശക്തനായ അള്ളാഹു ഈ റമദാൻ വിജ്ഞാന സദസ്സിൻ്റെ ഏറ്റവും അവസാനത്തെ ഞായറാഴ്ചയിലെ ഒരു സമാപന സംസാരത്തിലേക്ക് നമ്മൾ പ്രവേശിച്ചിരിക്കുകയാണ്. ഇതുവരെ ഇവിടെ നടന്ന എല്ലാ സംസാരവും സർവശക്തനായ അള്ളാഹു ഇഷ്ടപ്പെടുന്ന, അവൻ്റെ അടുക്കൽ ഏറെ പ്രതിഫലം ലഭിക്കുമെന്ന് നാം ഉറച്ചു വിശ്വസിക്കുന്ന ദഅവ പ്രവർത്തനമാക്കി അള്ളാഹു മാറ്റി അനുഗ്രഹിക്കുമാറാകട്ടെ. പരിശുദ്ധ ഖുർആനും തിരുസുന്നത്തും അനുസൃതമായി ജീവിക്കുന്ന, അതല്ലെങ്കിൽ അതനുസരിച്ച് ജീവിക്കാൻ ശ്രമിക്കുന്ന 800 കോടി മനുഷ്യരിലെ ഒരു കൊച്ചു സംഘമാണ് നമ്മൾ. ലോകത്തിലെ 800 കോടി മനുഷ്യരിൽ നമുക്ക് അള്ളാഹു അവൻ്റെ വഹ്ദാനിയത്ത് തന്ന് നമ്മെ അനുഗ്രഹിച്ചു എന്നത് ഒരു ചെറിയ കാര്യമല്ല. ഇവിടുത്തെ ഈദ്ഗാഹിനെ കുറിച്ചൊക്കെ മൗലവി സൂചിപ്പിച്ചപ്പോൾ ഞാനത് ചിന്തിക്കുകയായിരുന്നു. ആള് കൂടിക്കൂടി വരുന്നു എന്ന് പറയുമ്പോൾ 800 കോടി മനുഷ്യർ ലോകത്തുണ്ടായിട്ട് ആ 800 കോടി മനുഷ്യരിൽ നിന്ന് സർവശക്തനായ അള്ളാഹു നമുക്ക് അവൻ്റെ വഹ്ദാനിയത്ത് മനസ്സിലാക്കാനുള്ള വലിയ ബുദ്ധി, ചെറിയ ബുദ്ധി മതി, പക്ഷെ വലിയ ഒരു സൗഭാഗ്യം നമുക്ക് നൽകി എന്നത് അത് നിങ്ങൾ ഒരിക്കലും നിസ്സാരമായി കാണരുത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഭൗതികമായ ആ ജീവിത കാലഘട്ടത്തിൽ ഒരുപാട് വിഷയങ്ങളിൽ സുരക്ഷിതത്വം ഏർപ്പാടാക്കിയ ആളാണ് അബൂ ത്വാലിബ്. പലരും വന്ന് ഭീഷണി സംസാരങ്ങൾ നടത്തുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഒരു പ്രൊട്ടക്ഷൻ ഏർപ്പാടാക്കിയ ആള് എന്ന് വേണമെങ്കിൽ അബൂ ത്വാലിബിനെ കുറിച്ച് പറയാം. ആ അബൂ ത്വാലിബിന് കൊടുക്കാത്ത തൗഹീദിന്റെ വെളിച്ചം അള്ളാഹു നമുക്ക് നൽകി. നമുക്ക് എന്ത് ക്വാളിറ്റിയാണ് അവകാശപ്പെടാനുള്ളത്? അബൂ ത്വാലിബിന് കിട്ടാത്ത, നബിയുടെ കുടുംബക്കാരനായ അബൂ ത്വാലിബിന് കിട്ടാത്ത തൗഹീദിന്റെ വെളിച്ചം, അവന്റെ വഹ്ദാനിയത്തിന്റെ വെളിച്ചം നമുക്ക് കിട്ടിയതിൽ നമുക്കെന്ത് ക്വാളിറ്റിയാണ്, എനിക്കത് കിട്ടേണ്ടത് തന്നെയാണ് എന്ന് പറയാൻ നമുക്കെന്ത് ക്വാളിറ്റിയാണ് അവകാശപ്പെടാനുള്ളത്? 800ഓളം കോടി മനുഷ്യരുടെ കൂട്ടത്തിൽ നിന്ന് പടച്ചവൻ നമ്മെ അവന്റെ അപാരമായ അനുഗ്രഹത്താൽ അവൻ കനിഞ്ഞു നൽകിയ ഒരു സഅദത്തായി, ഒരു സൗഭാഗ്യമായിട്ടാണ് നാം ഇതിനെ കാണേണ്ടത്. അത് കിട്ടിയവർക്ക് അതിൻ്റെ ആസ്വാദനം മനസ്സിലാകും. കുറെ കാലം കിട്ടാതെ പിന്നീട് കിട്ടാൻ, അതിലേക്ക് പ്രവേശിക്കാൻ സൗഭാഗ്യം ലഭിച്ച ചില വ്യക്തിത്വങ്ങൾ കരഞ്ഞു പറയുന്ന ചില അനുഭവങ്ങളുണ്ട്. പാരമ്പര്യമായി ഒരു തൗഹീദി കുടുംബത്തിൽ ജനിച്ചവർക്ക് ഒരു പക്ഷേ അതിന്റെ വില മനസ്സിലാവില്ല. മുസ്ലിങ്ങളുടെ കൂട്ടത്തിൽ നിന്ന് ഇസ്ലാമിലേക്ക് വന്ന് പഠിച്ച് മനസ്സിലാക്കി വന്ന ചില ആളുകൾ മുസ്ലിം സഹോദരങ്ങളോട് സംസാരിക്കുമ്പോൾ അവരുടെ കണ്ണു നിറഞ്ഞ് കണ്ണുനീർ പൊഴിച്ച് അവർ പറയുന്നു, നിങ്ങളിത് കേൾക്കണം, തെറ്റിദ്ധരിച്ച് ദൂരെ നിൽക്കരുത്, നിങ്ങളിതൊന്ന് കേൾക്കണം, ഈ ഏകദൈവ വിശ്വാസത്തിന്റെ മാധുര്യം നിങ്ങൾ നുകരണം എന്നവർ പറയുമ്പോൾ പാരമ്പര്യമായി തൗഹീദി കുടുംബത്തിൽ ജനിച്ച ഒരാൾക്ക് ചിലപ്പോൾ അത് മനസ്സിലായിക്കൊള്ളണമെന്നില്ല. നമുക്കതിന്റെ വില മനസ്സിലായിട്ടില്ല. അതുകൊണ്ട് സഹോദരങ്ങളെ, ഞാൻ ഒന്നാമത്തെ കാര്യമായി പറഞ്ഞത് പടച്ചവൻ തന്ന അപാരമായ സൗഭാഗ്യമാണ്, അവന്റെ നിഅമത്താണ്, അവനിൽ നിന്നുള്ള മിന്നത്താണ്, അവൻ തന്ന സഅദത്താണ് ഈ തൗഹീദ് നമുക്ക് ലഭിച്ചു എന്നത്. അള്ളാഹു അത് നിലനിർത്തുമാറാകട്ടെ. കാരണം
നിങ്ങൾ കേരളക്കരയിൽ ഒന്ന് കണ്ണോടിച്ചു നോക്ക്. ഞാൻ ഈ റമദാനിന്റെ 2 ദിവസം മുമ്പ് കാസർഗോഡിനപ്പുറം കർണാടകയിലെ സുള്യ പൈച്ചാർ എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് സംസാരിക്കാൻ അവസരം ഉണ്ടായി. അവിടെ ധാരാളം ഈ സലഫി കൂട്ടായ്മക്കപ്പുറമുള്ള ധാരാളം മനുഷ്യർ തിങ്ങി പാർക്കുന്ന ഒരു സ്ഥലമാണ്. ഒരുപാട് ആ പരിപാടികൾ മുടക്കാനൊക്കെ കുറെ ആളുകൾ ശ്രമിച്ചു. നമ്മൾ മാന്യമായി ആരെയും കുറ്റപ്പെടുത്താതെ, ഒരു വ്യക്തി ഹത്യയും നടത്താൻ നമ്മൾ ആരും ആഗ്രഹിക്കുന്നില്ല. ഈ തൗഹീദിന്റെ വെളിച്ചം എത്താത്തവരിലേക്ക് എത്തിക്കാനാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്, കൊതിക്കുന്നത്. അള്ളാഹു അത് പരിപൂർണമായി വിജയിപ്പിച്ച് നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. ആ പ്രദേശത്ത് നമ്മൾ ചെന്നപ്പോൾ വലിയൊരു കൂട്ടം യുവാക്കൾ ഈ പ്രോഗ്രാം ഒന്ന് കേൾക്കണം, ഇത് കേൾക്കരുത് എന്ന് പറഞ്ഞ സ്ഥിതിക്ക് ഒന്ന് കേൾക്കണമെന്ന് പറഞ്ഞ് അവർ അവിടെ തടിച്ചുകൂടി. അപ്പോൾ ഞാൻ അവിടെ കേൾപ്പിച്ച ചില ക്ലിപ്പുകൾ ഉണ്ടായിരുന്നു. ഞാൻ ഇങ്ങനെ തന്നെ തുടങ്ങാനുള്ള കാരണം, നമ്മൾ നമ്മുടെ ഈ തൗഹീദിന്റെ വില നമുക്ക് മനസ്സിലാവാനാണ്. അന്ധവിശ്വാസത്തിൽ നിന്ന് രക്ഷപ്പെട്ട്, അനാചാരങ്ങളിൽ നിന്ന് രക്ഷപ്പെട്ട്, ഷിർക്കിന്റെ കടുത്ത പാപത്തിൽ നിന്ന് രക്ഷപ്പെട്ട് തൗഹീദിന്റെ വെളിച്ചം നമുക്ക് കിട്ടിയതിന് എത്ര വിശദീകരിച്ചാലും മതിയാവില്ല. സുഹൃത്തുക്കളെ, മരിച്ചുപോയ CM-നെ തൊട്ട് പറഞ്ഞുണ്ടാക്കുന്ന കഥകളൊക്കെ നമുക്കറിയാൻ അവിടേക്ക് കിടക്കുന്നില്ല. ഏറ്റവും ലേറ്റസ്റ്റ് പ്രസംഗങ്ങളിലൊക്കെ പറയുന്നത് CM എന്ന് പറയുന്ന ചിത്തടിമിത്തൽ അബൂബക്കർ എന്ന് പറയുന്ന മടവൂരിൽ 62 കൊല്ലം കാലം ജീവിച്ച് മാനസിക അസ്വസ്ഥതയോടുകൂടി മരണപ്പെട്ടു പോയ ഒരു പാവപ്പെട്ട മനുഷ്യൻ. ചിലപ്പോൾ അള്ളാഹു അയാൾക്ക് പുറത്തു കൊടുത്തേക്കാം. കാരണം ജീവിതത്തിന്റെ വലിയൊരു ഭാഗം മാനസിക അസ്വസ്ഥതയിലായിരുന്നു. സ്വർണ്ണ ചെയിൻ കഴുത്തിൽ അണിഞ്ഞ് റമദാനിന്റെ പകൽ സമയത്ത് ഭക്ഷണവും വെള്ളവും കുടിച്ച് കഴിച്ച് കാണാൻ വരുന്നവരെ സിഗരറ്റ് വലിപ്പിച്ച് ഒരു മാനസിക അസ്വസ്ഥതയുള്ള ഒരു മനുഷ്യൻ. കാലിന്റെ വിരല് പഴുത്ത് ചീഞ്ഞൊലിച്ച് അത് മുറിച്ചു മാറ്റാൻ ഭയപ്പെട്ട് അങ്ങനെ തന്നെ ലോകത്തുനിന്ന് മരിച്ചുപോയ ആ ചിത്തടിമിത്തൽ അബൂബക്കർ എന്ന് പറയുന്ന മനുഷ്യനെ ഞാൻ ആ പരിപാടിക്ക് വേണ്ടി ഒരു 2-3 ഉസ്താദുമാരുടെ പ്രസംഗം ശ്രദ്ധിച്ചപ്പോൾ അവർ പറയുന്ന വാക്കെന്താ അറിയോ? ജീവിതത്തിൽ CM-നെ കണ്ടവർ നരകത്തിൽ പോവില്ലാന്നാ. നഊദു ബില്ലാഹ്. ഞാനിത് പറഞ്ഞ എന്തിനാ നിങ്ങൾക്ക് എന്റെ സംസാരം അവസാനിപ്പിക്കുമ്പോൾ മനസ്സിലാവും. അപ്പോ കുറെ ആളുകൾ സംശയം ചോദിക്കുകയാണ്, ഞങ്ങൾക്കൊന്നും കാണാനുള്ള ഭാഗ്യം കിട്ടിയില്ലല്ലോ. അപ്പൊ നമുക്ക് ചിരി വരുന്ന ഒരു കോമഡി പോലത്തെ ഒരു മറുപടിയാണ് പണ്ഡിതന്മാർ പറയുന്നത്. അവർ പറയുന്നത് എന്താ അറിയോ? കാണാത്തവർക്ക് ഇനിയും കാണാൻ ചാൻസ് ഉണ്ട്. അദ്ദേഹം മുമ്പ് കുളിച്ചിരുന്ന കുളത്തിൽ മാസത്തിൽ 2 തവണ ഇപ്പോഴും വരാറുണ്ട്. അവിടെ ചെന്നാൽ കാണാന്നാണ് പണ്ഡിതന്മാരുടെ മറുപടി. നഊദു ബില്ലാഹ്. ഞാനിത് പറയുന്നത് എത്രത്തോളം വൈജ്ഞാനികപരമായി വിദ്യാഭ്യാസപരമായി ഈ മുസ്ലിം ഉമ്മത്ത് എവിടെയോ ഉന്നതിയിലെത്തി. വൈജ്ഞാനിക രംഗത്തിന്റെ ഉത്തുംഗതയിൽ മുസ്ലിം ഉമ്മത്തെത്തി, തർക്കമേ ഇല്ല. എല്ലാ സ്ഥലത്തും ഏത് വിഷയങ്ങളിലും ഈ മുസ്ലിം ഉമ്മത്ത് അഭിമാനമായി, അതൊരു യശസ്സായി ഉയർന്നു നിൽക്കുന്ന സമയമായിട്ടും ഈ ഷിർക്കിലേക്കും അന്ധവിശ്വാസത്തിലേക്കും ആളുകളെ ഇങ്ങനെ തീർത്തും കൂട്ടം കൂട്ടമായി കൊണ്ടുപോകുന്ന ദയനീയമായ രംഗം. ഞാൻ ഇന്നിങ്ങോട്ട് ക്ലാസ് എടുക്കാൻ വേണ്ടി വരുന്നത് ഇന്നലെ മിനിഞ്ഞാന്നൊക്കെ കാസർഗോഡ് ഭാഗത്തായിരുന്നു. അപ്പൊ ഇന്നലെ 2 മണിക്ക് കോഴിക്കോട് ബറാമി പള്ളിയിൽ അവിടെ ഖിയാമുല്ലയിൽ 2 മണിക്ക് നമസ്കാരം ഉണ്ട്. അതിന്റെ മുന്നോടിയായിട്ടുള്ള ക്ലാസ് എടുക്കാൻ ചെന്നു. അപ്പൊ ഞാൻ അവിടേക്ക് ചെല്ലുമ്പോൾ ചെറിയൊരു ശബ്ദ കോലാഹലങ്ങളൊക്കെ കേട്ടപ്പോൾ ഞാൻ ചോദിച്ചു അവിടുത്തെ സംഘാടകരോട്, എന്താ അങ്ങനെ പുറത്തൊക്കെ? അത് കുട്ടികൾ കുറെ ചെറുപ്പക്കാർ ഇങ്ങനെ ഈ ഡ്രസ്സ് എടുക്കാനൊക്കെ ഇറങ്ങി കുറെ ബൈക്കിന്റെ ബഹളം ഉണ്ടാക്കുകയാണ്. 1. 2, അവിടുത്തെ കണ്ണമ്പറമ്പിലേക്ക് ഖബർസ്ഥാനിലേക്ക് പ്രകടനം നടത്തുമല്ലോ 27 കണ്ണമ്പറമ്പിലെ ഖബർസ്ഥാനിലേക്ക് പ്രകടനമായി വലിയ ജനക്കൂട്ടം അവിടേക്ക് ചെല്ലും. അതൊരു സിയാറത്തിന്റെ ഭാഗമാണ്. ആ മുദ്രാവാക്യം ഒന്നും ഇപ്പൊ ഇവിടുന്ന് ഈ നോമ്പിന്റെ സമയത്ത് പറയണത് ഭൂഷണല്ല, അതുകൊണ്ട് പറയണില്ല. വലിയ മുദ്രാവാക്യങ്ങൾ വിളിച്ച് അവിടേക്ക് പോകും. കുറച്ചും കൂടി ഇങ്ങോട്ട് മാറി ഞാനും എൻ്റെ സുഹൃത്തും വണ്ടി ഒന്ന് നിർത്തി അവിടുത്തെ അപ്പവാണിപ നേർച്ച നടക്കുന്ന പള്ളിയിലെ ആ മുറ്റത്ത് കാണുന്ന പള്ളിയോട് ചേർന്ന് കിടക്കുന്ന ജാറത്തിലേക്ക് ശ്രദ്ധിച്ചപ്പോൾ 27-ാം രാവിൽ, ലൈലത്തുൽ ഖദർ പ്രതീക്ഷിക്കാവുന്ന രാവിൽ എന്നെ കേൾക്കുന്ന ഉമ്മമാരെ, എന്നെ കേൾക്കുന്ന സഹോദരങ്ങളെ, എന്നെ കേൾക്കുന്ന സുഹൃത്തുക്കളെ, എത്രമാത്രം അപകടത്തിലാണ് ഈ പണ്ഡിതന്മാർ ഈ പാവപ്പെട്ട മനുഷ്യരെത്തിച്ചത്. 27-ാം രാവിന് 83 വർഷക്കാലവും 3 മാസവും കണക്കാക്കാൻ പറ്റുന്ന 1000 മാസത്തേക്കാൾ ശ്രേഷ്ഠകരമായ ദിവസമാണെങ്കിൽ സമയമാണ് എന്നറിയിച്ച ആ ലൈലത്തുൽ ഖദറിന് പാവപ്പെട്ട മുസ്ലിം ഉമ്മമാരെ കൊണ്ടുപോയി ജാറത്തിന്റെ മുന്നിൽ നിർത്തി അവിടുത്തെ അപ്പവാണിപ നേർച്ചപ്പള്ളിയിൽ കിടക്കുന്ന ഷെയ്ഖിനോട്, പ്രിയപ്പെട്ടവരെ, കണ്ണീരോടുകൂടി വേദനിച്ച് വിതുമ്പി പ്രാർത്ഥിക്കുന്ന 27-ാം രാവിന്റെ ആ പ്രത്യേകത കൊണ്ട്
ഈ ഷെയ്ഖിനോട് പറഞ്ഞ് പുണ്യം നേടാൻ ആഗ്രഹിച്ച് വരി വരിയായി നിൽക്കുന്ന ഉമ്മമാരെ കാണുമ്പോൾ ഈ മുസ്ലിം ഉമ്മത്തിന് എന്ത് തൗഹീദാണ് മനസ്സിലായത്? അറിയാത്തത് കൊണ്ട് നമ്മളിങ്ങനെ ചോദിച്ചു പോവുകയാണ്, എന്താണ് ഇവർക്ക് മനസ്സിലായത്? ഖുർആൻ വ്യക്തിപരമായി നമ്മൾ ഓരോരുത്തരോടും പഠിക്കാൻ പറയുന്ന പ്രസക്തമായ ഭാഗം ഫഅലം അന്നഹു ലാ ഇലാഹ ഇല്ലല്ലാഹ്, ഫഅലം അന്നഹു ലാ ഇലാഹ ഇല്ലല്ലാഹ്. അറിയണേ നീ, പഠിക്കണേ നീ. ഓരോരുത്തരോടുമാണ്, ഒരു കൂട്ടായ്മയോടല്ല, ഓരോ മനുഷ്യരോടും പറയുകയാണ്, നിങ്ങൾ പഠിക്കണേ. അന്നഹു ലാ ഇലാഹ ഇല്ലല്ലാഹ്, അല്ലാഹുവല്ലാതെ ആരാധനക്കർഹനായി മറ്റാരുമില്ല എന്ന് ഓരോരുത്തരോടും പഠിക്കാൻ പറയുകയാണ്. ഈ ഓഡിറ്റോറിയത്തിൽ വന്ന ഉമ്മമാരെ, സഹോദരങ്ങളെ, സഹോദരിമാരെ, നമ്മുടെയൊക്കെ കുടുംബത്തിലും ഉണ്ടാവാം അറിവില്ലായ്മ കൊണ്ട് ഈ ശിർക്കിന്റെ ആ ഏറ്റവും മോശമായ അവസ്ഥയിലേക്ക്, അപകടത്തിലേക്ക് വഴുതി വീണുപോയവർ, അറിയാതെ ചെന്നുപെട്ടവർ. തിരുത്താനാണ് ഞാനിത് പറയുന്നത്. അല്ലെങ്കിൽ ഇത് കേൾക്കുന്ന, ഇനി നാളെ കേൾക്കാൻ പോകുന്ന ആളുകളുടെ കൂട്ടത്തിൽ ഈ അവസ്ഥയിലെത്തിയവർ ഇത് അറിയണമെന്ന നിലക്കാണ് നമ്മൾ ഇത് പറയുന്നത്. എങ്ങനെ? ഓരോരുത്തരോടും പഠിക്കാനാണ് ആവശ്യപ്പെടുന്നത്. ഇപ്പൊ ഞാൻ ഈ പറഞ്ഞ സംഭവം നിങ്ങൾ ആലോചിച്ച് നോക്ക്. ഏറ്റവും കൂടുതൽ മനുഷ്യരെ ശിർക്കിലേക്ക് എത്തിക്കുന്ന ഒരു മേഖലയാണ് ഏത്? ഖബറുമായി ബന്ധപ്പെട്ട മേഖല. അല്ലാഹു തആല മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് നാളെയെ കുറിച്ച് ഓർമ്മ വരാൻ, പരലോകത്തെ കുറിച്ച് ഓർമ്മ വരാൻ, അള്ളാഹുവിനെ കുറിച്ച് ഓർമ്മ വരാൻ ഖബറിന്റെ മുന്നിലേക്ക് സിയാറത്ത് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട് എന്ന കാര്യത്തിൽ തർക്കമേ ഇല്ല. നമ്മൾ പ്രാർത്ഥിക്കാൻ ഖബർ വരെ പോകണമെന്നില്ല. ഇല്ല. എനിക്കെന്റെ ഉപ്പ 2002 മരിച്ചതാണ്. എൻ്റെ ഉപ്പ, എൻ്റെ പ്രിയങ്കരനായ ഉപ്പ, തൗഹീദ് പറയണേ എന്ന് പറഞ്ഞ് എൻ്റെ കൈപിടിച്ച് കസേരയിലിരുന്ന് 7:30 മണിക്ക്, രാവിലെ 7:30 മണിക്ക് എന്നോട് സംസാരിച്ച്, അതേ ദിവസം 8:10 രാവിലെ 8:10 എൻ്റെ ഉപ്പ ലോകത്തോട് വിട പറയുമ്പോൾ അവസാനമായി ചെയറിലിരുന്ന് പറഞ്ഞതും, കാരണം ആദ്യ കാലഘട്ടത്തിൽ ശിർക്കിലകപ്പെട്ട് അന്ധവിശ്വാസത്തിലകപ്പെട്ട് ജീവിച്ച ഒരു മനുഷ്യനായിരുന്നു, പാവം പച്ചയായ മനുഷ്യൻ. പിന്നെ ആ യാത്രക്കിടയിൽ ഒരു സലഫി പള്ളിയിൽ ഖുത്ബ കേൾക്കാൻ കയറി, പ്രാഗി പറഞ്ഞിട്ടാണ് കയറിയതെന്ന് എൻ്റെ ഉപ്പ അനുഭവമായി പറഞ്ഞത്. എനിക്കിഷ്ടമില്ലായിരുന്നു, കൂട്ടുകാരൻ നിർബന്ധിച്ച് ഇന്നത്തെ ജുമാ ബാത്തിലായി എന്ന നിലക്ക് കയറിയതാണ്. പക്ഷെ മനോഹരമായ തൗഹീദിന്റെ സംസാരം കേട്ട് നമ്മൾ നടത്തുന്ന ഓരോ തൗഹീദി സംസാരങ്ങളും നമ്മൾ അറിയാത്ത ഏതെങ്കിലും ഒരു മനുഷ്യന്റെ ഹൃദയത്തിന്റെ ഒരു കോർണറിൽ സ്ഥാനം പിടിച്ചാൽ അവിടെ ജീവിതത്തിൽ മാറ്റം ഉണ്ടാകും. അങ്ങനെ എൻ്റെ ഉപ്പ ആ ഖുത്ബ കേട്ട് മാറിയതാണ്. എന്നിട്ട് 2002 ലോകത്തുനിന്ന് വിട പറയുമ്പോൾ എൻ്റെ കൈപിടിച്ച്, ഞാൻ റൗദത്തുൽ ഉലൂം അറബിക് കോളേജിൽ MA ചേരുന്ന ദിവസം, നീ പൊയ്ക്കോ കോളേജിലേക്ക്, ഇന്ന് തുടങ്ങുന്ന ദിവസമാണ് എന്ന് പറഞ്ഞ് എന്നെ യാത്രയാക്കി. ഒരു 3/4 മണിക്കൂറിനുള്ളിൽ എൻ്റെ ഉപ്പ മരിച്ച വിവരം ഞാൻ അറിയുമ്പോൾ, പ്രിയപ്പെട്ടവരെ, നമ്മുടെ ഉമ്മാക്ക് വേണ്ടി, വാപ്പാക്ക് വേണ്ടി ഈ ഇരിക്കുന്ന സഹോദര സഹോദരിമാരുടെ മാതാപിതാക്കൾ മരിച്ചിട്ടുണ്ട് പലരുടെയും. അതുപോലെ ബന്ധുമിത്രാദികളിൽ പലരും മരണപ്പെട്ടിട്ടുണ്ട്. നമ്മുടെ ഭാര്യ ഭർത്താക്കന്മാരിൽ മരണപ്പെട്ടവരുണ്ട്, മക്കളിൽ മരണപ്പെട്ടവരുണ്ട്. അള്ളാഹു അവരുടെ ഖബറിടങ്ങളെ വിശാലമാക്കി കൊടുക്കുമാറാകട്ടെ. അള്ളാഹു അവർക്ക് മഗ്ഫിറത്തും മർഹമത്തും പ്രദാനം ചെയ്യുമാറാകട്ടെ. ഞാൻ എന്തിനാ ഇത് പറഞ്ഞത്? അങ്ങനെ മനുഷ്യന്റെ ഒരു ഭക്തി പൂർണ്ണമായി കൊണ്ടുപോയി നിർത്താൻ പറ്റിയ ഒരു സ്ഥലമാണ് ഖബറിടം എന്ന് പറഞ്ഞത്. ആ ഖബറിടത്തിലേക്ക് സിയാറത്ത് നടത്തണം. 2 ലക്ഷ്യം അള്ളാഹുവിന്റെ പ്രവാചകൻ നമ്മെ പഠിപ്പിച്ചത്. ഒന്ന്, ഫഇന്നഹ തുദക്കിറുൽ മൗത്ത്, ആ മരണം നിങ്ങൾക്ക് മരണബോധം ഉണ്ടാക്കി തരും. മറ്റൊരു റിപ്പോർട്ടിൽ കാണാം ഫഇന്നഹ തുദക്കിറുക്കുമുൽ ആഖിറ, നിങ്ങൾക്കത് പരലോക ബോധം ഉണ്ടാക്കി തരും. ഈ 2 കാര്യത്തിനാണ് നമ്മൾ ഖബറിനടുത്തേക്ക് പോകുന്നത്. ഞാൻ ഇന്നലെ പറഞ്ഞ സംഭവം എന്താണ്? ഖബറിനടുത്ത് പോയി മരണബോധം ഉണ്ടാകാനല്ല, മറിച്ച് ഖബറിൽ കിടക്കുന്ന ഷെയ്ഖിനോട്, ഖബറിൽ കിടക്കുന്ന ബീവിയോട്, ലോകത്തിന്റെ രക്ഷിതാവായ റബ്ബിനോട് മാത്രം ചോദിക്കേണ്ടതായ ചോദ്യങ്ങൾ ആ ഖബറാളിക്ക് മുന്നിൽ വെച്ച് കണ്ണീരോടുകൂടി ജീവിതത്തിൽ അള്ളാഹുവിനെ കുറിച്ചോർത്തിട്ട്, സ്വർഗനരകങ്ങളെ കുറിച്ചോർത്തിട്ട് കണ്ണീർ പൊടിക്കാത്ത ഉമ്മമാർ ഖബറിൽ കിടക്കുന്ന ഷെയ്ഖുമാരുടെയും ബീവിമാരുടെയും മുന്നിൽ ചെന്നു നിന്ന് ആ ഖബറാളിക്ക് മുന്നിൽ വിറക്കുന്ന കൈകളുമായി, അതേ വിതുമ്പുന്ന ചുണ്ടുകളുമായി, തൊണ്ട ഗദ്ഗതമായി കരഞ്ഞു പ്രാർത്ഥിക്കുന്ന ദയനീയമായ രംഗം ഞാനും നിങ്ങളും കാണുകയാണ്. എന്നാൽ ഈ ഉമ്മമാരൊക്കെ നമസ്കരിച്ചിട്ട് പറയുന്ന വാക്കോ, നിങ്ങൾ ശ്രദ്ധിക്കാൻ വേണ്ടി ഞാൻ പറയണത്, പ്രിയപ്പെട്ട ഉമ്മമാരെ, നിങ്ങൾ അനിയത്തിമാർക്ക്, നിങ്ങൾ ജേഷ്ഠത്തിമാർക്ക് സിമ്പിളായി നിങ്ങൾ അവരോട് ചോദിക്കണം. ഇവിടെ തൗഹീദ് ഉള്ളവരാണ് മഹാഭൂരിപക്ഷം ആളുകളും ഈ ഓഡിറ്റോറിയത്തിൽ ഇരിക്കുന്നത് എന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. പക്ഷെ നമ്മുടെ കൂട്ടുകുടുംബത്തിൽ, നമ്മൾ അനിയത്തിയെ കെട്ടിച്ച വീട്ടിൽ, നമ്മുടെ ജേഷ്ഠത്തിയെ കല്യാണം കഴിച്ചു വിട്ട വീട്ടിൽ, നമ്മുടെ ആങ്ങളെ കെട്ടിക്കൊണ്ടുവന്ന വീട്ടിൽ ഒക്കെ തൗഹീദ് മനസ്സിലാകാത്ത കുറേ ആളുകളുണ്ട്. നിസ്കാരം കഴിഞ്ഞിട്ട് നമ്മൾ പറയുന്ന വാക്കെന്താണ്? അസ്തഗ്ഫിറുല്ലാഹ് എന്ന് 3 വട്ടം അള്ളാഹിനോട് പറഞ്ഞു, അല്ലേ? പൊറുക്കലിനെ ചോദിച്ചു. എന്നിട്ട് അല്ലാഹുമ്മ അൻതസ്സലാം വമിൻകസ്സലാം തബാറക്ത യാ ദൽ ജലാലി വൽ ഇക്റാം. ഇത് പറഞ്ഞു കഴിഞ്ഞാൽ ഓരോ മുസ്ലിമും പറയുന്ന വാക്കെങ്കിലും എല്ലാ മുസ്ലിങ്ങളും ഒന്ന് അർത്ഥസഹിതം
പഠിച്ച് ചിന്തിച്ചാൽ എങ്ങനെ പ്രിയപ്പെട്ടവരെ റബ്ബല്ലാത്ത ആളുകൾക്ക് മുമ്പിൽ ചെന്ന് സങ്കടം പറയാൻ, നമ്മുടെ കാര്യപ്രാപ്തിക്ക് വേണ്ടി പറയാൻ, നമ്മുടെ കാര്യലാഭങ്ങൾക്ക് വേണ്ടി പറയാൻ, ആഗ്രഹ സഫലീകരണത്തിന് വേണ്ടി പറയാൻ എങ്ങനെ സാധിക്കും? അല്ലാഹുമ്മ ലാ മാനിഅ ലിമാ അഅ്തൈത വലാ മുഅ്തിയ ലിമാ മനഅത വലാ യൻഫഉ ദൽ ജദ്ദി മിൻകൽ ജദ്. സുബ്ഹാനല്ലാഹ്, എത്ര മനോഹരമായി! അള്ളാഹുവിനെ എത്ര പ്രകീർത്തിച്ചാലും മതിയാവില്ല, അവൻ എത്ര സ്തുതിച്ചാലും മതിയാവില്ല. നമുക്ക് ഈ തൗഹീദിന്റെ വെളിച്ചം റബ്ബ് കനിഞ്ഞു നൽകിയതിന് നിൽക്കട്ടെ. എന്നാൽ അതിന്റെ അർത്ഥം ഒന്ന് നോക്ക് നിങ്ങൾ. അള്ളാഹുവേ, നീ നൽകുന്ന ഒന്നിനെ തടയാനോ നീ തരാത്ത ഒന്നിനെ വാങ്ങിത്തരാനോ ആരുമില്ല റബ്ബേ. എന്താ ഈ പറയുന്നത്? അള്ളാഹുവേ, നീ തരുന്ന ഒന്നിനെ തടയാനോ നീ തരാത്ത ഒന്നിനെ വാങ്ങിത്തരാനോ ആരുമില്ല റബ്ബേ. ഇത് കേരളത്തിലെ എല്ലാ മുസ്ലിങ്ങളും ലോകത്തിലെ മുഴുവൻ മുസ്ലിങ്ങളും നമസ്കാരം കഴിഞ്ഞിട്ട് പറയുന്ന വാക്കാണ്. എന്നിട്ട് ആ മുസല്ലം മടക്കി വെച്ച് നിസ്കാരത്തിൽ കൈകെട്ടി നിന്നു. എവിടെ കൈകെട്ടി എന്നുള്ളതൊക്കെ വിട്ട് നമ്മളത് മാറ്റിവെച്ചു. കൈകെട്ടി നിന്ന് ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ, ആദ്യം അല്ലാഹുവിനെ, ലോകരുടെ രക്ഷിതാവായ റബ്ബിനെ സ്തുതിച്ചു. അവൻ കാരുണ്യവാനാണെന്ന് പറഞ്ഞു, അവൻ കരുണയുടെ നിധിയാണെന്ന് പറഞ്ഞു, അവൻ പ്രതിഫല നാളിന്റെ ഉടമസ്ഥനാണെന്ന് പറഞ്ഞു. പടച്ചവനെ കുറിച്ചുള്ള അവന്റെ ഏറ്റവും വലിയ സിഫാത്തുകളെ, സവിശേഷതകളെ, വിശേഷണങ്ങളെ എടുത്തു പറഞ്ഞ് അവനെ സ്തുതിച്ച് എന്നിട്ട് ലോകത്ത് 5 നേരം നമസ്കരിക്കുന്ന മുഴുവൻ മുസ്ലിങ്ങളെ കൊണ്ടും ലോകത്തിന്റെ രക്ഷിതാവായ റബ്ബ് അവൻ പിഴച്ച് ശിർക്കിലേക്ക് പോകാതിരിക്കാൻ, അവൻ തൗഹീദിൽ ഉറച്ചു നിൽക്കാൻ, അവന്റെ വഹ്ദാനിയത്ത് മനസ്സിലാക്കി ദൃഢപ്രതിജ്ഞ ചെയ്ത് മുന്നോട്ട് പോകാൻ ലോക മുസ്ലിങ്ങളായ മുസ്ലിങ്ങളെ കൊണ്ട് മുഴുവനും നിസ്കാരത്തിൽ അള്ളാഹു പ്രതിജ്ഞ ചെയ്യിപ്പിക്കുകയാണ്. അള്ളാഹുവേ, ഞങ്ങളിതാ നിന്നെ മാത്രമേ ആരാധിക്കുകയുള്ളൂ, നിന്നോട് മാത്രമേ ഞങ്ങൾ സഹായതട്ടം നടത്തുകയുള്ളൂ. ഇത് പറഞ്ഞ് നിസ്കരിച്ച ഉമ്മ, ഇത് പറഞ്ഞ് നമസ്കരിച്ച നമ്മുടെ ഉപ്പ, ഇത് പറഞ്ഞ് നമസ്കരിച്ച നമ്മുടെ ബന്ധുക്കൾ, ആ മുസല്ലയിലിരുന്ന് ഞാൻ പറഞ്ഞ ദിക്റുകളൊക്കെ ചൊല്ലി അല്ലാഹുമ്മ ലാ മാനിഅ ലിമാ അഅ്തൈത വലാ മുഅ്തിയ ലിമാ മനഅത വലാ യൻഫഉ ദൽ ജദ്ദി മിൻകൽ ജദ്ദ് എന്ന ദിക്റും ചൊല്ലി അവിടുന്ന് അതേ സുബ്ഹാനല്ലാഹ് അൽഹംദുലില്ലാഹ് അല്ലാഹു അക്ബർ ഒക്കെ 33 തവണ ചൊല്ലി. പിന്നെ അത് പൂർത്തീകരിക്കുന്നതിന് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് തുടങ്ങുന്ന ദിക്ർ ചൊല്ലി അവിടുന്ന് പ്രാർത്ഥിച്ച് എഴുന്നേറ്റ് പോകുമ്പോ മുസല്ല, താൻ നമസ്കരിക്കാൻ വിരിച്ച മുസല്ല, അതൊന്ന് മടക്കി അലമാരയുടെ മുകളിലേക്ക് വെക്കാൻ ശ്രമിക്കുമ്പോ നമ്മുടെ ഉമ്മ ഒന്ന് കാല് സ്ലിപ്പായാൽ അപ്പ വിളിച്ചു ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ എന്നതിനെതിരായി അല്ലാഹുമ്മ ലാ മാനിഅ ലിമാ അഅ്തൈത എന്ന് പറയുന്ന ദിക്റിനും പ്രാർത്ഥനയ്ക്കും എതിരായി വിളിച്ചു. ഒന്ന് അലമാരക്ക് മുകളിൽ മുസല്ല വെക്കുമ്പോ, ഒന്ന് പ്രിയപ്പെട്ടവരെ മുസല്ല ഒന്ന് മടക്കി അങ്ങോട്ട് സൈഡിലേക്ക് മാറ്റി വെക്കുമ്പോ കാലൊന്ന് വഴുക്കിപ്പോയാൽ അപ്പ വിളിച്ചു ബദിരിങ്ങളെ എന്ന് വിളിക്കുന്ന ഉമ്മമാര്, മമ്പറത്തങ്ങളെ എന്ന് വിളിക്കുന്ന ഉമ്മമാര്. ഞാൻ ഇങ്ങനെ പറഞ്ഞാലേ, നമ്മളൊരു പബ്ലിക് പ്രസംഗമല്ല, ഇതൊരു ക്ലാസ് ആണ്. ആ നിലക്ക് പച്ചയായി പറഞ്ഞാലേ നമ്മുടെ മനസ്സുകളിൽ ഇത് ഉണ്ടാവുകയുള്ളൂ എന്ന നിലക്കാണ് ഞാൻ ഇത് പറയുന്നത്. അപ്പ വിളിക്കുന്നത് റബ്ബിനെയല്ല. അപ്പൊ ഈ നിസ്കാരത്തിൽ നടത്തിയ പ്രതിജ്ഞ എന്തിനാ? ഈ നിസ്കാരത്തിന് ശേഷം നടത്തിയ ദിക്റും പ്രാർത്ഥനയും എന്തിനാ? ഇതിന്റെ അർത്ഥം എന്താണ് പ്രിയപ്പെട്ടവരെ? അപ്പോ ഞാൻ പറഞ്ഞതിലേക്ക് എന്നെ മടങ്ങി വരാം. ഖബറിന്റെ മുന്നിൽ കൊണ്ടുപോയി നിർത്തുമ്പോ പ്രിയപ്പെട്ടവരെ, ഇന്നലെ 27 രാവിന് കൊണ്ടുപോയി നിർത്തുമ്പോ, 25 രാവിന് കൊണ്ടുപോയി നിർത്തുമ്പോ, ഇനി 29 രാവിന് കൊണ്ടുപോയി നിർത്തുമ്പോ ഒരു ഭക്തിസാന്ദ്രമായ അന്തരീക്ഷം കിട്ടും. കാരണം ഒന്ന് നോമ്പിലാണ്, ഒറ്റയിട്ട രാവിലാണ്, ലൈലത്തുൽ ഖദറിനെ പ്രതീക്ഷിക്കാവുന്ന രാവിലാണ്. അതെ, അവിടെ വെച്ച് അതിന്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് പരലോകത്തെ ഓർമ്മപ്പെടുത്തി ഉമ്മമാരും ഉപ്പമാരും കരഞ്ഞു നിൽക്കുന്ന സമയത്ത് ഇനി നിങ്ങൾ നിങ്ങളുടെ സങ്കടം ഈ കബറാളിയോട് പറയൂ എന്ന് പഠിപ്പിക്കുന്ന പണ്ഡിതന്മാരെ, നാളെ റബ്ബിന്റെ കോടതിയിൽ എന്തുത്തരമാണ് നിങ്ങൾ പറയുക? എന്തു മറുപടിയാണ് പറയുക? ആ ഖബറിന്റെ ലക്ഷ്യം എന്തായിരുന്നു? ഖബർ സിയാറത്തിന്റെ ലക്ഷ്യം എന്തായിരുന്നു? അതിനു വേണ്ടിയാണ് കൊണ്ടുപോയത്. ആദ്യം തന്നെ ഈ ഖബർ സാധാരണ ഖബറല്ല, ഹറാമിലൂടെ കെട്ടിപ്പടുത്തതാണ്. ഖബർ കെട്ടിപ്പടുക്കുക എന്നത് ശിർക്കല്ല, ഖബർ കെട്ടിപ്പടുക്കുക എന്നത് ഹറാമാണ്. കാരണം അല്ലാഹുവിന്റെ പ്രവാചകൻ നിരോധിച്ചതാണ്. നഹാ റസൂലുള്ളാഹ്, അല്ലാഹുവിന്റെ പ്രവാചകൻ നിരോധിച്ചിട്ടുണ്ട്. ഖബറിന്റെ മേലെ നിങ്ങൾ കുമ്മായമോ സിമന്റോ പൂശരുത്, ഉപയോഗിക്കുന്ന അല്ലാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞിട്ടുണ്ട്. എന്ന് പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ എഴുത 4 കാര്യം, 3 കാര്യം. ഖബറിന്റെ മേലെ നിങ്ങൾ
ഖബറിന്റെ മേലെ റിപ്പോർട്ടിൽ ഈ റഹ്മത്തുള്ളാഹി അലൈഹി എടുത്തു കൊടുക്കുന്നുണ്ട്. ഖബറിൽ എഴുതരുത് എന്ന റിപ്പോർട്ട്, ഖബറിന്റെ ഉപയോഗിക്കരുത് എന്ന റിപ്പോർട്ട്, ഖബറിന്റെ റിപ്പോർട്ട് ഷാഫി റഹ്മത്തുള്ളാഹി അലൈഹി തന്റെ കിതാബിൽ എടുത്ത് ഉദ്ധരിക്കുന്നുണ്ട്. കേരളത്തിലെ ഭൂരിപക്ഷ മുസ്ലിങ്ങളും ഏത് മദ്ഹബിന്റെ ആളുകളാ? ഷാഫി മദ്ഹബിന്റെ ആളുകളാ. എന്നിട്ട് പള്ളിയുടെ വരുമാനത്തിന് വേണ്ടി, മദ്രസയുടെ വരുമാനത്തിന് വേണ്ടി, പള്ളിയിലെ ജീവനക്കാരെ സാലറി കൊടുത്ത് ശമ്പളം കൊടുത്ത് പിരിച്ചുവിടുന്നതിന് വേണ്ടി പള്ളിക്ക് മുറ്റത്ത് പള്ളിയോട് ചേർന്ന് പടച്ചവൻ നിരോധിച്ച മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പാടില്ലെന്ന് പറഞ്ഞ ആ 4 കാര്യങ്ങളും കൂട്ടിച്ചേർത്ത് വെച്ച് ഖബറിനെ കെട്ടിപ്പടുത്ത് അതിന്റെ മുകളിൽ കയറിയിരിക്കാനുള്ള കുറ്റിപ്പുര കെട്ടിക്കൊടുത്ത് ആ ഖബറിന്റെ മേലെ സിമന്റ് കൊണ്ട് കെട്ടിപ്പടുത്ത് സിമന്റും കുമ്മായവും തേച്ച് പച്ചപ്പുതപ്പ് വിരിച്ച് പ്രിയപ്പെട്ടവരെ അതിന്റെ മുകളിൽ എഴുതി വെച്ച് ഒരു സാധാരണ ഖബറിന്റെ മേലെ വെക്കാൻ പോകുന്ന കല്ലിന് പകരം ഉണ്ടാക്കി വെച്ച ഒരു സ്ലാബിന്റെ മുകളിൽ പോലും മിനിമം ഒരു ചന്ദ്രക്കലയും ഒരു 786 പിന്നെ വേണമെങ്കിൽ പേര് ചേർത്ത് വെക്കാൻ പറ്റുന്ന ഒരു സംവിധാനവും ഈ മുസ്ലിം ഉമ്മത്ത് വെക്കുമ്പോ 4 കാര്യവും അരുത് എന്ന് പറയുന്നത് അപ്പടി അനുസരിച്ചില്ലെന്ന് മാത്രമല്ല, പിന്നെയോ അതിന്റെ നേർ വിപരീതാർത്ഥത്തിൽ അത് പ്രായോഗികമായി കാണിച്ചു കൊടുക്കുന്ന പണ്ഡിത ലോകം ഇതിനെ എതിർക്കുന്നില്ല, മിണ്ടുന്നില്ല. എന്നിട്ട് ഈ ഖബറിന്റെ മുന്നിൽ കൊണ്ടുപോയി നിർത്തി ഏറ്റവും കടുത്ത ശിർക്ക്. അള്ളാഹു നമ്മെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. അള്ളാഹു ഖുർആനിൽ പറയാ, നിങ്ങള് ഈ ഖബറാളികളോട് അല്ലാത്തവരോട്, അല്ലാത്ത മറ്റേതെങ്കിലും ശക്തികളോട് നിങ്ങൾ ദുആ ചെയ്താൽ ആ ദുആ അവർ കേൾക്കുകയില്ല എന്ന് പറഞ്ഞ ആയത്തുണ്ട്. നിൽക്കട്ടെ, അല്ലാഹ് ഒരു ഉപമ പറഞ്ഞു തരുന്നത് എങ്ങനെയെന്നറിയോ? അവരോട് നിങ്ങൾ ഇവിടെ ഒരു കിണറുണ്ടെന്ന് വിചാരിച്ചോളൂ. ഈ ഓഡിറ്റോറിയത്തിൽ വന്ന, പെരിന്തൽമണ്ണയിലെ ഓഡിറ്റോറിയത്തിൽ വന്ന സാധാരണക്കാരായ ഉമ്മമാരെ ശരിക്ക് ശ്രദ്ധിച്ചു കേട്ട് നിങ്ങൾ മകളോട് പറഞ്ഞു കൊടുക്കണം, നിങ്ങളുടെ മരുമകളോട് പറഞ്ഞു കൊടുക്കണം, ഒരു കിണർ ഇവിടെ ഉണ്ടെന്ന് സങ്കല്പിച്ചോളൂ. കിണറിൽ നിന്ന് വെള്ളം കോരാൻ ബക്കറ്റോ കയറോ മോട്ടോർ സംവിധാനങ്ങളോ ഇല്ല എന്ന് വിചാരിച്ചോളൂ. ആ കിണറിന്റെ 10 മീറ്റർ താഴെ വെള്ളമുണ്ട്. കിണറിന്റെ അടുത്ത് ചെന്ന് നിന്നിട്ട് വെള്ളം എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ കയ്യിലോ വായിലോ വെള്ളമെത്തുമോ? അല്ലാഹു ഖുർആനിൽ പറയാ, ഇല്ലാ കബാസിതി കഫൈഹി ഇലൽ മാ, വെള്ളത്തിലേക്ക് കൈ നീട്ടിയവനെ പോലെയാണ് അവൻ. ആര്? റബ്ബല്ലാത്ത ആളുകളോട് പ്രാർത്ഥിക്കുന്നതിന്റെ ഉപമ ലോകത്തിന്റെ രക്ഷിതാവായ റബ്ബ് നമ്മളെ പഠിപ്പിക്കുന്നത് വെള്ളത്തിലേക്ക് കൈനീട്ടിയവനെ പോലെയാണ്. വായിലേക്ക് വെള്ളമെത്താനാണ് കൈനീട്ടിയത്. അവന്റെ വായിൽ വെള്ളമെത്തുകയില്ല. നോക്ക്, നിങ്ങൾ എത്ര ക്ലിയർ ആയിട്ടാ അല്ലാഹു തആല മനുഷ്യന്റെ ബുദ്ധിക്കനുസൃതമായി അവനാണല്ലോ നമ്മെ സംവിധാനിച്ചത്. എത്രയും വേഗത്തിൽ മനസ്സിലാകുന്ന വിധത്തിൽ വെള്ളത്തിലേക്ക് കൈനീട്ടിയവനെ പോലെ, ആ കൈനീട്ടിയത് വെള്ളം അവന്റെ വായിലെത്താനാണ്, പക്ഷേ വായിൽ വെള്ളമെത്തുകയില്ല എന്ന് പറഞ്ഞ് ലോകരക്ഷിതാവായ റബ്ബ് ഉപമ കാണിച്ച് പഠിപ്പിച്ചു തരുകയാണ്. എന്നിട്ട് അതേ റബ്ബ് അവന്റെ ഖുർആനിൽ, അവന്റെ കലാമിൽ നിങ്ങൾ അവരോട് ദുആ ചെയ്താൽ, ഇൻ തദ്ഉഹും, ആരോട്? ഈ ഹും എന്നതാരാ? അത് മലായിക്കത്തുകളാവാം, കെൽ മലായിക മലക്കുകളാകാം, വൽ അംബിയ അംബിയാക്കന്മാരാവാം, വൽ ഔലിയ ഔലിയാക്കന്മാരാകാം. ആറഞ്ഞു വിട്ടുന്നിറങ്ങുന്നതിന്റെ അർത്ഥം എന്താ? അതുകൊണ്ട് ഒരു നിലക്കുമുള്ള ശിർക്കിന്റെ ഒരു മൈന്യൂട്ട് പോയിന്റ് പോലും എന്റെ ജീവിതത്തിൽ സംഭവിക്കരുത് എന്ന് നമ്മൾ തീരുമാനിക്കണം. കാരണം സംഭവിച്ചാൽ ബുഖാരി ഉദ്ധരിക്കുന്ന ഹദീസ്, മുസ്ലിം ഉദ്ധരിക്കുന്ന ഹദീസ്, നസായി ഉദ്ധരിക്കുന്ന ഹദീസ്, ഇബ്നു മാജ ഉദ്ധരിക്കുന്ന ഹദീസ്, ഇമാം അഹ്മദ് തന്റെ മുസ്നദിൽ ഉദ്ധരിക്കുന്ന ഹദീസ്, എല്ലാ ഹദീസിന്റെ ഗ്രന്ഥങ്ങളിലും വന്ന ഒരു ഹദീസ് ഉണ്ട്. ഏതാണെന്നറിയുമോ? ചെറിയ പദപ്രയോഗ വ്യത്യാസമുണ്ട്. മൻ മാത ലാ യുശ്രികു ബില്ലാഹി ഷൈഅ. ഉമ്മമാരെ, സുഹൃത്തുക്കളെ, ജേഷ്ഠാനികന്മാരെ, ശ്രദ്ധിച്ചു കേൾക്കണം, കുടുംബത്തോട് പറഞ്ഞു കൊടുക്കണം. ഈ ക്ലാസ് കഴിഞ്ഞു പോകുമ്പോ ഈ ഒരു ഹദീസെങ്കിലും നമ്മുടെ മനസ്സിലുണ്ടാവണം. ഏറെക്കുറെ എല്ലാ ഹദീസിന്റെ ഗ്രന്ഥങ്ങളിലും വന്ന ഹദീസാണിത്. മൻ മാത ലാ യുശ്രികു ബില്ലാഹി ഷൈഅ, അല്ലാഹുവിൽ ഒന്നിനെയും പങ്കു ചേർക്കാതെ, ഒന്നിനെയും ഒരു പ്രാവശ്യം പോലും അല്ലാഹുവിൽ ശിർക്ക് വെക്കാതെ, ഏലസ് കെട്ടിയിട്ടില്ല. വല്ലാഹി, അല്ലാഹുവാണ് സത്യമെന്നതല്ലാതെ മദരീങ്ങളാണ് സത്യമെന്ന് പറഞ്ഞിട്ടില്ല, ആ കഅബയാണ് സത്യമെന്ന് പറഞ്ഞിട്ടില്ല, ഇല്ലാന്ന് ഒരാളെ വിളിച്ചും സത്യം ചെയ്തിട്ടില്ല. ഇന്ന ജാറത്തിൽ കിടക്കുന്ന ബീവിയാണ് സത്യമെന്ന് പറഞ്ഞിട്ടില്ല, മൃഗത്തെ തൊട്ട് സത്യം ചെയ്തിട്ടില്ല.
അള്ളാഹുവാണ് സത്യം. അപ്പൊ അവിടെ ശിർക്ക് വന്നില്ല. ഇല്ലെങ്കിൽ അവിടെയും പ്രശ്നങ്ങൾ കടന്നു വരുന്നു. ഏതൊക്കെ നിലക്ക് പരിശോധിച്ചോളൂ, ഒരു ശിർക്കും ജീവിതത്തിൽ സംഭവിക്കാതെ ഒരാൾ മരിച്ചാൽ ദഖലൽ ജന്ന മൻ മാത ലാ യുശ്രികു ബില്ലാഹി ഷൈഅ എന്തെങ്കിലും ഒന്ന് അല്ലാഹുവിൽ പങ്കു ചേർത്തുകൊണ്ട് ഒരാൾ മരിച്ചാൽ അപകടമാണ്. പങ്കു ചേർക്കാതെയാണ് മരിക്കുന്നതെങ്കിൽ ദഖലൽ ജന്ന, അയാൾ സ്വർഗ്ഗത്തിലാണ്. വമൻ മാത യുശ്രികു ബില്ലാഹി ഷൈഅ, അല്ലാഹുവിൽ എന്തെങ്കിലും ഒന്ന് പങ്കു ചേർത്തുകൊണ്ടാണ് ഒരാൾ മരിക്കുന്നതെങ്കിൽ ദഖലൻ നാറ, അയാൾ നരകത്തിലാണ് എന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ എന്നെയും നിങ്ങളെയും പഠിപ്പിക്കുകയാണ്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ ശ്വസിക്കുകയാണെന്ന് വാപ്പ അറിയുന്നില്ല. ഞാൻ ഇങ്ങനെ ശ്വാസം വലിക്കുന്നുണ്ട്, പുറത്തേക്ക് വിടുന്നുണ്ട്, ഒന്നും വാപ്പാക്ക് മനസ്സിലാവുന്നില്ല, നമുക്ക് മനസ്സിലാവുന്നില്ല. മൊബൈലിൽ നമ്മൾ റീചാർജ് ചെയ്യുന്നത് പോലെ നമ്മുടെ ശ്വസന പ്രക്രിയക്ക് വേണ്ടി പണം അടച്ചുകൊണ്ട് എവിടെയും ശ്വാസം നിലച്ചു പോകാതിരിക്കാൻ ഒരു റീചാർജ് സംവിധാനം സിസ്റ്റവും നമ്മൾ ചെയ്തിട്ടില്ല. എന്നാൽ വാപ്പാക്ക് 60 വയസ്സായി, ഉമ്മാക്ക് 50 വയസ്സായി, ജേട്ടന് 40 വയസ്സായി. 40 കൊല്ലത്തിനിടയിൽ എന്റെ ജേട്ടൻ ആദ്യമായി ഒരു ശ്വാസം മുട്ടലുണ്ടായി. ഈ മൗലാനയുടെ അല്ലെങ്കിൽ അൽഷിഫയിലോ ഇവിടുത്തെ ഏതെങ്കിലും ഹോസ്പിറ്റലിലോ പ്രിയപ്പെട്ടവരെ കൊണ്ടുവന്നു, അല്ലെങ്കിൽ കോടിക്കട്ടൊക്കെ കൊണ്ടുപോയി സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി അഡ്മിറ്റ് ചെയ്തു. ഒരു 3 ദിവസം, ഒരു 5 ദിവസം കൃത്രിമമായ ഓക്സിജൻ. 40 കൊല്ലത്തിൽ ആദ്യമായിട്ടാണ് 5 ദിവസം കൃത്രിമമായ ഓക്സിജൻ നൽകുന്നത്. എങ്കിൽ തിരിച്ചു വരുമ്പോ ഒരു ബില്ലടക്കണം. ബില്ല് എത്രയുമാകാം, ചെറുതാകാം, വലുതാകാം. ബില്ലടക്കണം. ഒരു 5 ദിവസം ഞാൻ എൻ്റെ ശ്വസന പ്രക്രിയ ഒന്ന് റെഡിയാക്കിയെടുക്കാൻ കൃത്രിമമായ ഓക്സിജൻ സംവിധാനം ചെയ്തതിന് വലിയൊരു തുക ഞാൻ ഹോസ്പിറ്റലിൽ ബില്ലടക്കണം. എന്നാൽ 60 കൊല്ലം യാതൊരു ശ്വാസ തടസ്സവുമില്ലാതെ ശ്വസിച്ചതിന് റബ്ബിനോട് നാം എന്ത് നന്ദി കാണിച്ചു? വേണ്ട, നമ്മുടെ വയറൊന്നിങ്ങനെ സ്തംഭിച്ചു നിൽക്കുകയാണ്.
മലം പുറത്തു പോകുന്നില്ല. ടോയ്ലറ്റിൽ സാധാരണ പോകും, പ്രാർത്ഥന പോലും ചൊല്ലി പറഞ്ഞിട്ടല്ല കയറാറുള്ളത്. അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിനൽ ഖുബുസി വൽ ഖബായിസ്, ആൺ പിശാചിൽ നിന്നും പെൺ പിശാചിൽ നിന്നും രക്ഷ കൊണ്ട റബ്ബേ എന്ന് പറഞ്ഞിട്ട് കയറാൻ പറഞ്ഞത് പോലും മറന്നിട്ട് ടോയ്ലറ്റ് പോയി വേസ്റ്റ് കളഞ്ഞ് സുഖമായി വൃത്തിയാക്കി തിരിച്ചു പോരുന്നവരെ വയറൊന്ന് സ്തംഭിച്ചു. ഒരു ദിവസം കഴിഞ്ഞു, 2 ദിവസം കഴിഞ്ഞു, 3 ദിവസമായി ഹോസ്പിറ്റലിനെ തേടി നമ്മളെ വയറ് സ്തംഭിച്ചിരിക്കുകയാണ്. മൂത്രം പുറത്തു പോകുന്നില്ല, ആ കാഷ്ടം പുറത്തു പോകുന്നില്ല, മലം പുറത്തു പോകുന്നില്ല. കൃത്രിമമായി മലം പുറത്തെടുത്താൽ, മൂത്രം പുറത്തെടുത്താൽ ബില്ലടക്കണം. അപ്പോ 50 കൊല്ലം ഈ മലമൂത്ര വിസർജന സംവിധാനം സുഖകരമായി നടത്തിത്തന്ന ലോകത്തിന്റെ രക്ഷിതാവായ റബ്ബിനോട് എന്തു നന്ദിയാണ് ഞാനും നിങ്ങളും ചെയ്തത് എന്ന് നമ്മൾ ലോകത്തിന്റെ രക്ഷിതാവിനെ വിട്ട് റബ്ബിന്റെ സൃഷ്ടികളിലേക്ക്, അവന്റെ അടിമകളിലേക്ക്, അതെ അവന്റെ പടപ്പുകളിലേക്ക് ലോകത്തിന്റെ രക്ഷിതാവായ റബ്ബിനോട് മാത്രം ചോദിക്കേണ്ടതായ ചോദ്യങ്ങൾ വെച്ചുകൊണ്ട് ഈ പടപ്പുകളിലേക്ക് നടന്നു പോകുന്നവരോട് ഒന്ന് ചോദിക്കണം, നമ്മുടെ കൂട്ടുകുടുംബത്തിൽപ്പെട്ടവരോട് എന്തു നന്ദിയാണ് ലോകത്തിന്റെ രക്ഷിതാവായ റബ്ബിനോട് നമ്മൾ ചെയ്തത്. പണം ചോദിച്ചോ റബ്ബ് നമ്മളോട്? ഇല്ല. നിങ്ങൾ എനിക്ക് വേണ്ടി കാണിക്ക സമർപ്പിക്കണമെന്ന് പറഞ്ഞോ? ഇസ്ലാമിന്റെ ആരാധനക്ക് പണം ആവശ്യമുണ്ടോ? ഇല്ല. നിസ്കരിക്കാൻ പണമെറിയേണ്ട ആവശ്യമില്ല, പ്രാർത്ഥിക്കാൻ എവിടെയും പണം നിക്ഷേപിക്കേണ്ട ആവശ്യമില്ല, ഭണ്ഡാരപ്പെട്ടിയുടെ ആവശ്യമില്ല, നേർച്ചക്കുറ്റിയുടെ ആവശ്യമില്ല. ഏത് സമയത്തും റബ്ബിനോട് പ്രാർത്ഥിക്കാം. ഹജ്ജിന് പോവാനാണ് പണം, അതിന്റെ യാത്രയുടെ ചെലവ്, അതുമായി ബന്ധപ്പെട്ട പേപ്പറിന്റെ ചെലവ്. ഹജ്ജ് എന്ന കർമ്മത്തിൽ എവിടെയെങ്കിലും പണമെറിയുന്നുണ്ടോ? ഉണ്ടോ പ്രിയപ്പെട്ടവര്? ഇല്ല. അപ്പോ റബ്ബ് നമ്മളോട് തിരിച്ചു ചോദിച്ചത് ഇത്ര സമ്പാദ്യം തിരിച്ചടക്കണമെന്നതല്ല. അല്ല, സക്കാത്തിന്റെ വിഷയത്തിൽ മാത്രമാണ്. 100 രൂപക്ക് 250, 1025, 10,250, 1,02,500. നിന്റെതല്ല, അത് പാവപ്പെട്ടവന്റേതാണ്, അതവന്റെ അവകാശമാണ്. നിന്റെ ഔദാര്യമല്ല, നിന്റെ ഓശാരമല്ല, അതവന് കൊടുക്കേണ്ട അവകാശമാണ് എന്ന് പഠിപ്പിച്ചത് സക്കാത്തിന്റെ വിഷയത്തിലാണ്. അതിവിടുത്തെ സന്തുലിതമായൊരവസ്ഥ മാനുഷികമായ നിലക്ക് മനുഷ്യരുടെ വളർച്ചക്കും നമ്മുടെ സമ്പത്തിന്റെ ശുദ്ധീകരണത്തിനും നമ്മുടെ പ്രിയപ്പെട്ടവരെ മനസ്സിന്റെ ശുദ്ധീകരണത്തിനുമൊക്കെ അത്യാവശ്യമാണ് എന്ന നിലക്ക് പടച്ചവൻ വെച്ച ഒരു സമ്പ്രദായമാണ്. നിൽക്കട്ടെ, ഇസ്ലാം എന്ന് പറയുന്ന മതത്തിൽ എവിടെയാണ് പണമെറിയേണ്ടി വരുന്നത്? ഇല്ല. തിരിച്ചു ചോദിച്ചത് ഈ സൗകര്യങ്ങൾ മുഴുവനും, 7 ആകാശങ്ങളും 7 ഭൂമിയും, ഖലഖലക്കും മാ ഫിൽ അർദി ജമീഅ, ഭൂമിയിലുള്ളത് മുഴുവനും നിങ്ങൾക്ക് വേണ്ടി അല്ലാഹു ഒരുക്കി സൃഷ്ടിച്ചു എന്ന് പറയുമ്പോൾ പകരം പടച്ചവൻ ചോദിച്ചത് നിങ്ങൾ എന്നെ മാത്രം ആരാധിക്കണമെന്നതാണ്. പണത്തിന് ചെലവില്ല. നിങ്ങൾ എന്നോട് മാത്രം പ്രാർത്ഥിക്കണമെന്നതാണ്. പണത്തിന് ചെലവില്ല. എന്റെ പേരിൽ മാത്രം ബലിയർപ്പിക്കണമെന്നതാണ്. എന്റെ പേരിൽ മാത്രം നേർച്ച വഴിപാടുകൾ ചെയ്യണമെന്നതാണ്. അതനുസരിക്കാൻ എനിക്ക് സൗകര്യമില്ല എന്ന് പറയുന്നവൻ, പറയാതെ പറയുന്നവൻ, അവൻ ആ ലോകത്തിൽ ഏറ്റവും വലിയ ധിക്കാരി, കടുത്ത നന്ദി കെട്ടവൻ, നന്ദികേട് ലോകത്തിന്റെ മുമ്പിൽ കാണിക്കുന്നവൻ. അതുകൊണ്ട് തന്നെ അല്ലാഹു തആല ശിർക്കിനെ കുറിച്ച് പറഞ്ഞപ്പോ ഇന്ന ശിർക ലളുൽമുൻ അളീം, അതിന്റെ മേലെ ഒരു ളുൽമില്ല. ഏറ്റവും കടുത്ത ളുൽമ്, ഏറ്റവും കടുത്ത അക്രമം, ഏറ്റവും കടുത്ത നന്ദികേട് ശിർക്കാണ് എന്ന് അല്ലാഹു പറയാനുള്ള കാരണം ഈ സംവിധാനം മുഴുവനും ഒരുക്കി തന്ന, മലർന്നു കിടക്കാൻ മാത്രം അറിഞ്ഞിരുന്ന നമ്മൾ ജനിച്ച് ഉമ്മയുടെ വയറ്റിൽ നിന്ന് പുറത്ത് വന്ന് വാവിട്ട് കരയുമ്പോ കണ്ണുനീര്, ചില എഴുത്തുകാർ പറയുന്നു, എനിക്കറിയില്ല, കണ്ണിന്റെ കണ്ണുനീര് വായിലേക്ക് തന്നെ ഒലിച്ചിറങ്ങുന്നത് ആ കുട്ടി ഉമ്മയുടെ ശ്രദ്ധയിൽപ്പെടാതെ, വാപ്പയുടെ ശ്രദ്ധയിൽപ്പെടാതെ തൊണ്ട വറ്റി വരണ്ടു പോകാതിരിക്കാൻ അവൻ മലർന്നു കിടക്കാൻ മാത്രം അറിയുന്ന സമയത്ത് അവന്റെ കണ്ണുനീർ അവന്റെ തൊണ്ടയിലേക്ക് തന്നെ ചെല്ലാനാണ് വായിലേക്ക് ഒലിപ്പിച്ചത് എന്ന് വരെ എഴുതി വെച്ച ആളുകളുടെ പദപ്രയോഗങ്ങൾ കാണാനാവും. അങ്ങനെ മലർന്നു കിടക്കാൻ അറിഞ്ഞിരുന്ന നമ്മെ കമഴ്ത്തിക്കിടത്തി ഇരിക്കാനും നിൽക്കാനും നടക്കാനും ഓടാനും പഠിപ്പിച്ച ലോകത്തിന്റെ രക്ഷിതാവായ റബ്ബ്, പടിപടിയായി നമ്മെ വളർത്തിക്കൊണ്ടുവന്ന ആ പ്രപഞ്ചത്തിന്റെ രക്ഷിതാവാണ് റബ്ബ്. അതെ, പ്രത്യേകം നമ്മളെ പരിപാലിച്ച് വേണ്ട സമയങ്ങളിൽ വേണ്ടതുപോലെ വേണ്ട ആവശ്യങ്ങൾ നിർവഹിച്ചു തന്ന് നമ്മെ വളർത്തിക്കൊണ്ടുവരുന്ന റബ്ബ്. ആ റബ്ബ് നമ്മളോട് പകരം ചോദിച്ചത് നിങ്ങൾ എന്നെ മാത്രം ആരാധിക്കണമെന്നതാണ്. അതിൽ ധിക്കാരം ചെയ്യുമെന്ന് പറഞ്ഞാൽ അത് മനസ്സിലാവുന്നില്ല എന്നാണ് പലരും പറയുന്നത്. ഞങ്ങൾക്ക് എത്ര ആലോചിച്ചിട്ട് മനസ്സിലാവണില്ല, ഞങ്ങൾ പ്രാർത്ഥിക്കണില്ലല്ലോ എന്നാ ആദ്യം പറയല്. ഇപ്പൊ അതും പറയുന്നില്ല. കാരണം നിങ്ങളൊക്കെ കേട്ടൊരു പദം, റമദാൻ മാസമായിട്ട് ഞാൻ ഒരു സ്ഥാപനത്തിന്റെ പേര് പറയാണ്, കോഴിക്കോട് നോളജ് സിറ്റി. അതിൻ്റെ നിയമ തടസ്സങ്ങളൊക്കെ നീങ്ങി, അതിൻ്റെ പേപ്പർ വർക്കുകളൊക്കെ ശരിയായി, അതിൻ്റെ അധികാര സ്ഥലങ്ങളിൽ നിന്ന് അതിന് നമ്പർ കിട്ടിയപ്പോ കേരളത്തിൽ അറിയപ്പെടുന്ന ഒരു വലിയ പണ്ഡിതനായി അറിയപ്പെടുന്ന മനുഷ്യന്റെ മകൻ പറഞ്ഞത്, ഞങ്ങളുടെ നോളജ് സിറ്റിയുടെ എല്ലാ നിയമ തടസ്സങ്ങളും നീങ്ങി
വേണ്ട നമ്പറുകളൊക്കെ കിട്ടി. അത് 313 നമ്പർ കിട്ടി. ഞങ്ങളുടെ നിയമ തടസ്സങ്ങൾ നീങ്ങാൻ ഞങ്ങളെല്ലാവരും ബദരീങ്ങളോട് നിരന്തരമായി പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു എന്നാണ് അദ്ദേഹം പറഞ്ഞത്. ഞങ്ങൾ നിരന്തരമായി ഇതിന്റെ കെട്ടുകുടുക്കുകൾ അഴിഞ്ഞു കിട്ടാൻ, നിയമ തടസ്സങ്ങൾ നീങ്ങാൻ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കാനെന്നല്ല, ബദരീങ്ങളോട് ഞങ്ങൾ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു എന്നാണ് പ്രയോഗിച്ചത്. മുമ്പൊന്നും പ്രാർത്ഥിക്കുന്നുണ്ട് എന്ന് പറയാറില്ല. പിന്നെ അതിന് കുറെ ആളുകൾക്ക് മനസ്സിലാകാത്ത വിധത്തിൽ അതിനെ വിശദീകരിച്ചൊപ്പിക്കലാണ്. ഇപ്പൊ പറയുന്നു പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുകയാണ് എന്ന്. മറ്റൊരു ഉസ്താദ് പറയുന്നത് ഖബറാളിയോട് നേരിട്ട് ചോദിക്കണം. അല്ല കൊടുത്തിട്ടുണ്ട് കഴിവ്. ആ കഴിവിന് പരിധിയില്ല, പരിമിതിയില്ല, എന്തും ചോദിക്കാം. കൊടുത്ത കഴിവെന്നാണ് ചോദിക്കുന്നത് എന്നാണ്. എന്നാൽ മനസ്സിലാകാൻ വേണ്ടി ഞാൻ പറയാം, മക്കയിലെ മുശ്രിക്കുകൾ എന്നറിയപ്പെടുന്ന അബൂജഹലടക്കമുള്ള ടീം, പ്രിയപ്പെട്ടവരെ, ആ ടീം കപ്പലിൽ കയറി കഴിഞ്ഞാൽ അവരുടെ സ്വഭാവം ഖുർആൻ പറഞ്ഞിട്ടുണ്ട്. കഅബാലയത്തിന്റെ മുന്നിലേക്ക് അവർ തൽബിയത്ത് ചൊല്ലി വരും. അവർ ചൊല്ലിയ തൽബിയത്ത് മാത്രം ഒന്ന് പഠിച്ചാൽ ഈ വിഷയത്തിനുള്ള മറുപടിയായില്ലേ. അല്ലാഹുമ്മ ലബ്ബൈക അല്ലാഹുമ്മ ലബ്ബൈക ലബ്ബൈക ലാ ശരീക ലക് ഇല്ലാ ശരീകൻ ഹുവ ലക തംലികുഹു വമാ മലക. പ്രിയപ്പെട്ട ഉമ്മമാരെ, നിങ്ങൾ നിങ്ങളുടെ മരുമക്കളോടും മക്കളോടും അയൽവാസികളോടും പറഞ്ഞു കൊടുക്കണം. തെൽബിയത്തിന്റെ രൂപം നിങ്ങൾക്കറിയില്ലേ? നിങ്ങൾ പറയാ, നെറ്റിൽ കയറിയിട്ട് നിങ്ങൾ എല്ലാവരുടെ കയ്യിലും സ്മാർട്ട് ഫോണില്ലേ, മക്ക മുശ്രിക്കുകൾ ചൊല്ലിയ തെൽബിയത്ത് എടുക്കാൻ പറയാ. നമ്മൾ ചൊല്ലുന്ന തെൽബിയത്ത് വേറെയുണ്ട്, മുശ്രിക്കുകൾ ചൊല്ലിയ തെൽബിയത്ത് എടുക്കാൻ പറയാ. യൂട്യൂബിൽ കയറി അടിച്ചാൽ മുശ്രിക്കുകൾ അന്ന് ചൊല്ലിയ തെൽബിയത്ത് കിട്ടും. ആ തെൽബിയത്ത് ഇങ്ങനെയാണ്: ലബ്ബൈക അല്ലാഹുമ്മ ലബ്ബൈക, അല്ലാഹുവേ നിന്റെ വിളിക്കുത്തരം നൽകി ഇതാ വന്നിരിക്കുന്നു. ലബ്ബൈക ലാ ശരീക ലക്, നിനക്കൊരു പങ്കുകാരനുമില്ല റബ്ബേ. ഇനി അടുത്ത വരി പറയണ്ടെന്ന് നബി പറഞ്ഞവരോട് ഇനി പറയരുത്, അവിടെ സ്റ്റോപ്പ് ആക്കിക്കോ, നിങ്ങൾക്ക് രക്ഷപ്പെടാം. പക്ഷെ അവർ കേട്ടില്ല, അവരനുസരിച്ചില്ല. അവർ പറഞ്ഞു ഇല്ല ശരീക്കൻ ഹുവ ലക, പങ്കുകാരൻ ഉണ്ട്, ആ പങ്കുകാരൻ ഹുവ ലക, നിനക്കുള്ള പങ്കുകാരനാണ്. തംലികുഹു വമാ മലക, ആ പങ്കുകാരന്റെ ഉടമസ്ഥാവകാശം നിന്റെ പക്കലാണ്. അതെ, ആ പങ്കുകാരന്റെ കഴിവ് നിന്റെ പക്കലാണ്. നീ കൊടുത്ത കഴിവിൽ നിന്നാണ് ഞങ്ങൾ ചോദിക്കുന്നത് എന്ന് കേരളത്തിലെ 2020-ലും 2021-ലും 2022-ലും 2024-ലും നമ്മുടെ നാട്ടിലെ ഉസ്താദുമാര് പറയുന്നതല്ല. 1400 വർഷങ്ങൾക്ക് മുമ്പ് മുഹമ്മദ് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയെ എതിർത്തു നിന്ന ടീം, മുശ്രിക്കുകളായി അറിയപ്പെട്ട ടീം, അവർ പറഞ്ഞു വെച്ചതാണ് ഞങ്ങൾ കൊടുത്ത കഴിവെന്നാ ചോദിക്കുന്നത്. ഇവരാരും പടച്ചോനാണെന്ന് ഞങ്ങൾക്ക് വിശ്വാസമില്ല. ഇനി നിങ്ങൾ ഒന്നുകൂടി പഠിക്കാൻ വേണ്ടി ഞാൻ പറയാം. 39-ാം അധ്യായം സൂറത്ത് സുമറിലെ 3-ാമത്തെ ആയത്ത് വിട്ടുപോയിട്ട് മരിക്കണം. അമാനി മൗലിയുടെ തഫ്സീർ എടുത്ത് വായിക്കണം. ഏത് 39-ാം സൂറത്ത് സുമറിലെ 3-ാമത്തെ ആയത്ത്, സൂറത്ത് യൂനുസ് 10-ാം അധ്യായം അതിന്റെ 18-ാമത്തെ ആയത്ത്, സൂറത്തു ശുഅറാ 76-ാമത്തെ പിന്നെ 24-ാമത്തെ സൂറത്ത്, അതിൽ 71 മുതൽ 74 വരെയുള്ള വചനങ്ങൾ, സൂറത്തു ശുഅറാ. ഇതൊക്കെ എടുത്ത് മറിച്ചു നോക്കിക്കോളൂ നിങ്ങൾ. ഇന്ന് നമ്മുടെ നാട്ടിലെ, നമ്മുടെ കുടുംബത്തിലെ വല്യമ്മ, നമ്മുടെ കുടുംബത്തിലെ വല്യപ്പ, നമ്മുടെ നാട്ടിലെ അയൽവാസി, നമുക്ക് പരിചയമുള്ള താത്ത, നമുക്ക് പരിചയമുള്ള ഇക്കാക്ക പറയുന്നത് പോലെ, ഞാൻ വിശദീകരിക്കാൻ സമയമില്ല. സൂറത്ത് സുമറിൽ പറഞ്ഞത്, സൂറത്ത് യൂനുസിൽ പറഞ്ഞത്, സൂറത്ത് ശുഅറായിൽ പറഞ്ഞത്, ഹൗലാ ഇശ്ഫഅഉനാ ഇൻദല്ലാഹ്, ഇവർ ഞങ്ങൾക്ക് വേണ്ടി അല്ലാഹുവിന്റെ അടുക്കൽ ശുപാർശ ചെയ്യും. മാ നഅബുദുഹും ഇല്ലാ ലിയുഖർരിബൂനാ ഇലല്ലാഹി സുൽഫ, അല്ലാഹുവിലേക്ക് ഒരടുപ്പ് ഞങ്ങൾ അടുപ്പിക്കാൻ വേണ്ടിയല്ലാതെ ഞങ്ങൾ ഇവർ ആരാധിക്കുന്നില്ല. അപ്പൊ ആരാധിക്കുന്നുണ്ട്. പെരിന്തൽമണ്ണയിലേക്ക് ഞാൻ ചെരുപ്പ് വാങ്ങാനല്ലാതെ പോയിട്ടില്ല എന്ന് പറഞ്ഞാൽ പോയി എന്നാണ് അർത്ഥം, അല്ലേ? കോഴിക്കോട്ടേക്ക് ഞാൻ ഇന്ന സാധനം വാങ്ങാൻ അല്ലാതെ പോയിട്ടില്ല എന്ന് പറഞ്ഞാൽ പോയി, ആ സാധനം വാങ്ങാൻ പോയി എന്നാണ് അർത്ഥം. അതുപോലെ ഇവർ പറഞ്ഞത് മാ നഅബുദുഹും ഇല്ലാ ലിയുഖർരിബൂനാ ഇലല്ലാഹി സുൽഫ, അല്ലാഹുവിലേക്ക് ഒരടുപ്പം അടുപ്പിക്കുന്നതിന് വേണ്ടിയല്ലാതെ ഞങ്ങൾ ഇവരെ ആരാധിക്കുന്നില്ല എന്നാണ്. പിന്നെ അവർ പറഞ്ഞ ന്യായം എന്തെന്നറിയുമോ? ഞങ്ങളുടെ ഉപ്പമാരെ കണ്ടത്, ഞങ്ങളുടെ വല്ലിപ്പമാരെ കണ്ടത്, ഞങ്ങളുടെ വല്ലിപ്പമാരെ ഉപ്പാപ്പമാരെ കണ്ടത് ഇപ്രകാരം ചെയ്യുന്നവരായിട്ടാണ്. ഇതാണ് അവർ പറഞ്ഞ 3 ന്യായം. ഇനിയും ഖുർആനിൽ വിശദീകരിക്കുന്നുണ്ട്, സമയമില്ല അങ്ങോട്ട് പോകാൻ. ഈ 3 ന്യായവും നിങ്ങൾ തഫ്സീർ എടുത്ത് വായിച്ചു നോക്കിയാൽ ഇത് മുസ്ലിമിന്റെ ന്യായമല്ല,
ഇത് മുസ്ലിമിന്റെ ന്യായമല്ല, ഇത് അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ എതിർത്തു തോൽപ്പിക്കാൻ ശ്രമിച്ച മക്കയിലെ മുശ്രിക്കുകളും അതിനു മുമ്പുള്ള മുശ്രിക്കുകളും പറഞ്ഞ ന്യായമാണ്. അതൊരു മുസ്ലിമിന് പറയാൻ പറ്റുന്നതല്ല. അതാണ് നമ്മുടെ മുസ്ലിമായി അറിയപ്പെടുന്ന, മുസ്ലിമത്തായി അറിയപ്പെടുന്ന നമ്മുടെ അയൽവാസിയായ അമിനത്താത്തയും ആയിഷത്താത്തയും ഫാത്തിമത്താത്തയും മൈമുനത്തയും അബൂബക്കറും ഇസ്മായിലും സുലൈമാനും മുഹമ്മദും അഹ്മദും പറയുന്നത് ഈ ന്യായമാണ്. ഈ ഖബറിൽ കിടക്കുന്നവർ പടച്ചോനാണെന്ന് ഞങ്ങൾക്ക് വിശ്വാസമില്ല. ഒരു മഹത്തുക്കളാണ്, ഒരു വലിയ വലിയ ആളുകളാണ്, നമ്മൾ പാപികളാണ്. നമ്മൾ ഇവരോട് പറഞ്ഞാൽ ഇവർ അള്ളാഹുവിന്റെ അടുക്കലേക്ക് ശുപാർശ ചെയ്യും. 1400 വർഷം മുമ്പ് നബിയോട് ഈ അബൂജഹലും ടീമും പറഞ്ഞ അതേ ന്യായം അറിവില്ലായ്മ കൊണ്ട് നമ്മുടെ നാട്ടിലെ വല്ലിപ്പയും വല്ലിമ്മയും പറയുകയാണ്, അതെ ഇവരെ ഞങ്ങൾ ആരാധിക്കുന്നില്ല, അള്ളാഹുവിലേക്ക് അടുപ്പിക്കാനാണ്. ഇതാണ് ഇന്നും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പിന്നെ നിങ്ങൾ ഇപ്പൊ വന്നവരാണ്, നിങ്ങൾ പുത്തൻവാദികളാണ്, നിങ്ങൾ പുതിയ ആശയം കൊണ്ടുവന്നവരാണ്, നിങ്ങൾ ബിദ്അത്തിന്റെ ആളുകളാണ്, നിങ്ങൾക്ക് പാരമ്പര്യമില്ല. ഞങ്ങളെ വല്ലിപ്പയെയും വല്ലിപ്പാന്റെ പാനെയും കാരണവന്മാരെയും കണ്ടിട്ടുണ്ട്. അവരൊക്കെ ജീവിച്ചത് ഈ കബർ കെട്ടിപ്പൊക്കിയിട്ടാ, ഈ കബറാളിയോട് പറഞ്ഞിട്ടാ, ഈ കബറിന്റെ മുമ്പിൽ ചെന്ന് സങ്കടം പറഞ്ഞിട്ടാ. ഞങ്ങൾ ബദരീങ്ങളുടെ പേരിൽ ആണ്ടും നേർച്ചയും നടത്തിയിട്ടാ, ബദരീങ്ങളുടെ പേരിൽ അറുത്തിട്ട ഞങ്ങൾ കണ്ട പാരമ്പര്യം ഇങ്ങനെയാണ്. ഞങ്ങൾ ഞങ്ങളുടെ ഉപ്പാപ്പമാരെ കണ്ടത് ഇങ്ങനെ പ്രവർത്തിക്കുന്നവരായിട്ടാണ്. ഇതും ഖുർആൻ പറഞ്ഞത് മുസ്ലിമിന്റെ വാദമല്ല. അതുകൊണ്ട് പ്രിയപ്പെട്ട എന്നെ കേട്ടവരെ, ഈ പരിശുദ്ധമായ റമദാനിൽ ഈ തൗഹീദിന്റെ ഒരു വലിയ വശമല്ല, അതിങ്ങനെ ഓരോന്നും ഓർഡർ അനുസരിച്ച് ഇങ്ങനെ പറഞ്ഞു പോരണം. ഞാൻ ഒരു 3/4 മണിക്കൂർ കൊണ്ട് അല്ലെങ്കിൽ 50 മിനിറ്റ് കൊണ്ട് പ്രിയപ്പെട്ടവരെ എല്ലാ മേഖലയിലേക്കും എത്താൻ പറ്റുകയില്ല എന്ന നിലക്ക് ചില നുറുങ്ങുകളാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ വെച്ചിട്ടുള്ളത്. സർവശക്തനായ അല്ലാഹു സ്വീകരിച്ച് എന്നെയും നിങ്ങളെയും കാത്ത് സംരക്ഷിക്കുമാറാകട്ടെ. പുറമെ എല്ലാവർക്കും അറിയുന്ന രായത്തുണ്ടല്ലോ, ഇന്നല്ലാഹ ലാ യഗ്ഫിറു അൻ യുശ്റക ബിഹി, അല്ലേ? അല്ലാഹു ശിർക്ക് വെച്ചത് അല്ലാഹു പൊറുക്കുകയില്ല. പടച്ചോൻ പൊറുക്കാത്ത പാപാണ്, അല്ലാഹു പൊറുക്കാത്ത പാപം ശിർക്ക്. ബാക്കിയുള്ളതോ അല്ലാഹു ഉദ്ദേശിക്കുന്നവർക്ക് പുറത്തു കൊടുത്തേക്കാം. ഇതൊക്കെ ഖുർആൻ വ്യക്തമായി സംശയത്തിടല്ലാതെ പ്രഖ്യാപിച്ചതാണ്. ശിർക്ക് വന്ന അല്ലാഹു പൊറുക്കൂല. അതിന് പ്രത്യേകം പശ്ചാത്തപിച്ചു മടങ്ങി, പൊട്ടിക്കരഞ്ഞ് തൗബ ചെയ്ത് മടങ്ങി, അതെ ആ വഴി നമ്മൾ നോക്കി പുതിയ ജീവിതത്തിലേക്ക് പ്രവേശിക്കണം. ജീവിതത്തിൽ ഒരൊറ്റത്തവണ ശിർക്ക് വന്നാൽ നമ്മൾ ചെയ്ത മുഴുവൻ അമലുകളും പടച്ചവൻ ഇല്ലായ്മ തൂഫാനാക്കി കളയും, ഇല്ലാതെയാക്കി കളയും. മുത്തുനബി ശിർക്ക് ചെയ്യും എന്നർത്ഥത്തിലാണ് നബിയോട് പറഞ്ഞതല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ശിർക്കിന്റെ ഏതെങ്കിലും ഒരു ചെറിയ ശിർക്കിന്റെ അംശമെങ്കിലും ചെയ്തോ? ഇല്ല. പിന്നെന്തിനാ ഓ നബിയെ, താങ്കൾ ശിർക്ക് ചെയ്താൽ താങ്കളുടെ അമലുകൾ പൊളിഞ്ഞു പോകും. വലതകൂനന്ന മിനൽ ഖാസിരീൻ, താങ്കൾ നഷ്ടകാരികളുടെ കൂട്ടത്തിൽ പെട്ടുപോകുമെന്ന് അല്ലാഹു തആല ഖുർആനിൽ പ്രഖ്യാപിച്ചത് എന്തിനാ? ലോകാവസാനം വരെ നിലനിൽക്കുന്ന അല്ലാഹുവിന്റെ ഖുർആൻ ഓതുന്ന ഓരോ മനുഷ്യന്റെ ഹൃദയത്തിലും ശിർക്കിന്റെ ഗൗരവം ഉണ്ടാകാനും തൗഹീദിന്റെ പ്രാധാന്യം അത് അവിടെ അടിയുറച്ച നിലയിൽ ഉണ്ടാകാനും വേണ്ടി ലോകരക്ഷിതാവായ റബ്ബ് മുത്തുനബിയാണെങ്കിൽ പോലും, എത്ര വലിയവനാണെങ്കിൽ പോലും, എത്ര വലിയ ശൈഖാണെങ്കിൽ പോലും, എത്ര വലിയ ആലിമാണെങ്കിൽ പോലും ശിർക്ക് ചെയ്താൽ നിങ്ങളുടെ അമല് പൊളിഞ്ഞു പോകുമെന്ന് പഠിപ്പിക്കാൻ മുത്തുനബിയോട് നേരിട്ട് അഭിസംബോധന ചെയ്യുന്നത് പോലെ ലോകത്തിന്റെ രക്ഷിതാവ് ഖുർആനിലെ പ്രയോഗം നടത്തി. മനുഷ്യരെ, എന്നിട്ടും നമ്മുടെ ഉമ്മത്തിന് ഈ കാര്യങ്ങൾ മനസ്സിലാകാതെ പോവുകയാണ്. കടുത്ത ശിർക്കിലേക്ക് തന്നെ പോയിക്കൊണ്ടിരിക്കുകയാണ്. നേരിട്ട് വിളിപ്പിക്കാൻ പഠിപ്പിക്കുകയാണ്. പ്രസ്ഥാനം ഞങ്ങൾ ഉണ്ടാക്കിയത് തന്നെ ഒരു പണ്ഡിതന്റെ പ്രസംഗ. ഞങ്ങൾ ആ പ്രസ്ഥാനം